السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനായ വിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു അവന്റെ പ്രത്യേകമായ ബറക്കത്തിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് ഭൗതികമായ അതിപ്രസരത്തിന്റെ പേരിൽ ദീനിയായ കർമ്മങ്ങളിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ വരെയും. കാരണം ഭൗതികമായ വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, ഒരുപാട് ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് സമ്പത്ത്, സമ്പാദ്യം, ഇതിന്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ഭൗതികമായ വസ്തുക്കളിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹം ഇസ്ലാമിന്റെ കർമ്മങ്ങളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ ബറക്കത്തിന് നമുക്കാർക്കും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. മരണം വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായ ഏർപ്പാടുകളും സംവിധാനങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ അല്പവും കൂടുകയുമില്ല, കുറയുകയുമില്ല. എന്നാൽ ഈ ഭൗതികമായ വിഭവങ്ങളിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ട് എങ്കിൽ കുറഞ്ഞതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കും. ബറക്കത്തിന്റെ നിർവചനം തന്നെ അസ്സിയാദത്തു വന്നമാഉ എന്നാണ്. വർദ്ധിക്കൽ, വളരൽ എന്നാണ്. ഒരു വസ്തു കൂടുതലാകൽ എന്നാണ്. എന്നാൽ ബാഹ്യമായ എന്തെങ്കിലും സംവിധാനങ്ങളിലൂടെയല്ല, നേരെ മറിച്ച് അദർശ്യമായി ഇലാഹിയായ നന്മകളിലൂടെയായിരിക്കും അത്. കാണുമ്പോൾ കുറവായിരിക്കും, എണ്ണി നോക്കുമ്പോൾ കുറവായിരിക്കും, എന്നാൽ അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നടക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന സഹാബി അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് വിവാഹത്തിന് വേണ്ടി സഹായം അർത്ഥിച്ചു.
ഇസ്തആന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തസ്വീജ്. പാവപ്പെട്ട സഹാബിയാണ്, കയ്യിൽ പൈസയൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് വിവാഹം നടത്തി തരാൻ വേണ്ടി അർത്ഥിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പെൺകുട്ടിയുമായി ആ സഹാബിക്ക് വിവാഹം നടത്തി കൊടുത്തു. ആ സഹാബിക്കാണ് എങ്കിൽ സ്വന്തമായി ചെലവിനുള്ള സമ്പത്തില്ല, ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സമ്പത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് സഹാബിമാരെ വിളിച്ചു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ റാഫിയ റളിയല്ലാഹു അൻഹു, രണ്ടുപേരെയും വിളിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പടയങ്കി രണ്ട് സഹാബിമാരുടെയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സമ്പന്നനായ യഹൂദി ജൂതന്റെ അടുക്കൽ പോയി ഈ പടയങ്കി പണയമായി വെക്കണം. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് 30 സാഴ് കാരക്ക എന്ത് ചെയ്യണം, കടമായി വാങ്ങണം. രണ്ട് സഹാബിമാരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പടയങ്കിയെ പണയമായി വെച്ച് ആ യഹൂദിയിൽ നിന്ന് 30 സാഴ് കാരക്ക വാങ്ങി ഈ നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിന് നൽകി. ആ കാരക്ക സഹാബിയും തന്റെ ഭാര്യയും കുടുംബവും കഴിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും കാരക്ക തീരുന്നില്ല. 6 മാസമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ 30 സായ് കാരക്ക എന്നാ പറഞ്ഞത്. അളന്നു നോക്കിയപ്പോൾ 30 സായ് കാരക്ക അങ്ങനെ തന്നെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് വന്നിട്ട് തങ്ങളിൽ നടന്ന ആ സംഭവം വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലം തകിൽഹാ ലബഖിയ മാ ഇസ്ത. അഥവാ നീ ആ കാരക്ക അളന്നു തൂക്കി നോക്കിയില്ലായിരുന്നു എങ്കിൽ നീ ജീവിക്കുന്ന കാലമെല്ലാം നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാൻ പറ്റിയ നിലയിൽ ആ കാരക്ക അങ്ങനെ തന്നെ അവശേഷിക്കുമായിരുന്നു. 30 സായ കാരക്കയാണ്, 6 മാസമായിട്ട് തീർന്നില്ല. അളന്നു നോക്കിയില്ലായിരുന്നു എങ്കിൽ മരിക്കുന്നത് വരെയും ആ കാരക്ക അങ്ങനെ തന്നെ അവശേഷിക്കുമായിരുന്നു. ഇതാ ബറക്കത്ത് ബറക്കത്ത് എന്നതിന്റെ വിവക്ഷ. കുറഞ്ഞതായിരിക്കും, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ വർധനവ് എങ്ങനെയാണ് എന്ന് നമുക്ക് വിവരിക്കാനോ കാണാനോ കഴിയില്ല. എന്നാൽ ആ വർധനവിനെ നാം അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും ഇരിക്കും. അതാ ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പോ ബറക്കത്തുണ്ടാകും, കഴിക്കുന്ന ഭക്ഷണം കുറവായിരിക്കും, കൂടുതലായി തീരും. മസ്ഊദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു സഹാബിയാണ്. ആ സഹാബി ഒരിക്കൽ ആടറുത്തു, ആടിന്റെ ഇറച്ചി കറി വെച്ചു, പാചകം ചെയ്ത് അതിന്റെ പകുതി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ കൊടുത്തയച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തയച്ചിട്ട് ഈ മസ്ഊദ് ബിൻ ഖാലിദ് എന്ന് പറയുന്ന സഹാബി തന്റെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് കഴിച്ച് ഉപയോഗിച്ചിട്ട് വീണ്ടും ബാക്കി വന്നപ്പോ വീട്ടിൽ തന്നെ കൊടുത്തയച്ചു. മസ്ഊദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് തന്നെ ആട്ടിറച്ചിയുടെ ബാക്കി കൊടുത്തു. സഹാബി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തയച്ച ആ ഇറച്ചിയുടെ കറി അങ്ങനെ തന്നെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാ മടക്കി കൊടുത്തയച്ചത് എന്ന് ഉമ്മു ഖന്നാസ് എന്ന് പറയുന്ന ആ പ്രവാചകന്റെ സഹാബിയായ മസ്ഊദ് ബിൻ ഖാലിദിന്റെ ഭാര്യയോട് ചോദിച്ചു, എന്തായി ഇറച്ചിക്കറി മടക്കി വന്നത്? ഭാര്യ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനും വീട്ടുകാരും ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി വന്നു, അതുകൊണ്ട് ആ വീട്ടിലേക്ക് മടക്കി അയച്ചത്. സഹാബി ചോദിച്ചു, മാലക്കി ലാ തുത്ഇമീഹി അഹ്ലക്കി, എന്തുകൊണ്ട് നിന്റെ കുടുംബക്കാരെ ഈ ഇറച്ചിക്കറി കഴിപ്പിക്കുന്നില്ല? അവരുടെ വീടുകളിലേക്കും ഇത് സപ്ലൈ ചെയ്യാത്തത് എന്താണ്?
ഭാര്യ പറയുകയുണ്ടായി, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വീടുകളിലും ഞാൻ സപ്ലൈ ചെയ്തു. അവരെല്ലാവരും മതിയാവോളം ഇറച്ചിയും അതിന്റെ കറിയും ഭക്ഷിച്ചു. വീണ്ടും മിച്ചം വന്നതാണിത്. മസ്ഊദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ ബറക്കത്ത് കണ്ടുകൊണ്ട് പറയുകയുണ്ടായി, സാധാരണയായി നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ 2-3 ആടുകളെ അറക്കാറുണ്ട്. എന്നാൽ ലാ തജ്സിഉ, ആ 2-3 ആട് മുഴുവൻ കുടുംബത്തിന് തികയുമായിരുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തയച്ച കുറഞ്ഞ ഇറച്ചിക്കറി ഞങ്ങളും മുഴുവൻ കുടുംബക്കാരും കഴിച്ചു. ഇത് ബറക്കത്താണ്. ഇങ്ങനെ ഹിസ്സിയായ കാര്യങ്ങളിൽ മനുഷ്യൻ അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ അല്ലാഹു അവന്റെ ബറക്കത്ത് നൽകും. ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും ഖന്തക്കിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടിയാണ് കിടങ്ങ് കുഴിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സഹാബാക്കളൊക്കെ വിശന്ന് പരവശരായി. ബശീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറയുകയാണ്, എന്നെ അംറത്ത് ബിൻ റവാഹയുടെ മകളായ അംറ വിളിച്ചു. ഞാൻ ചെറിയ പെൺകുട്ടിയായിരുന്നു. എന്റെ കൈവശം കുറച്ച് ഈത്തപ്പഴം തുണിയിൽ പൊതിഞ്ഞു നൽകി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, നീ നിന്റെ പിതാവായ ബശീർ ബിൻ സഅദിനും നിന്റെ പിതൃവ്യനായ അബ്ദുല്ലാഹ് ബിൻ റവാഹയ്ക്കും ഇത് നൽകണം. അങ്ങനെ തുണിയിൽ പൊതിഞ്ഞ ഈത്തപ്പഴവുമായി എന്റെ പിതാവിനെയും പിതൃവ്യനെയും അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഖന്തക്കിൽ കിടങ്ങു കുഴിക്കുന്ന സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരത്തു കൂടി കടന്നു പോകേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മോളെ, നിന്റെ കൈവശം എന്താ? ഇത് ഈത്തപ്പഴമാണ്. എന്റെ ഉപ്പയായ ബശീർ ബിൻ സഅദിനും എന്റെ പിതൃവ്യനായ അബ്ദുല്ലാഹ് ബിൻ റവാഹയ്ക്കും നൽകാൻ വേണ്ടി അംറത്ത് ബിൻ റവാഹ നൽകി വിട്ടതാണ്, തന്നു വിട്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനെ അങ്ങനെ തന്നെ വാങ്ങി. തങ്ങൾ ഒരു തുണി വിരിച്ചു, അതിൽ വിതറിയിട്ടു. 2 കൈകൊണ്ട് വാരിയെടുക്കാൻ പറ്റുന്ന ഈത്തപ്പഴം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖന്തക്ക് കുഴിച്ചു കൊണ്ടിരുന്ന മുഴുവൻ സഹാബിമാരെ വിളിച്ചുകൊണ്ട് ഒരു വിളംബരം നടത്തി. അഹാത്തി ഇലാ തആമിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് വരിക. വലിയ സംഘമുണ്ടായിരുന്നു. എല്ലാവരും വന്നു. ആ തുണിയിൽ വിതറിയിട്ടിരിക്കുന്ന കുറഞ്ഞ ഈത്തപ്പഴം കഴിച്ചു. എല്ലാവരും മതിയാവോളം, വയറു നിറയുവോളം കഴിച്ചു. അത് കഴിഞ്ഞിട്ടും ആ ഈത്തപ്പഴം അങ്ങനെ തന്നെ ബാക്കിയായി. ഇതിന്റെ പേര് ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സിയാദത്തു വന്നമാഉ, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ചയും ആ വർദ്ധിക്കലും അദൃശ്യമായ ഇലാഹിയായ ഭാഗത്ത് നിന്നായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, ആകാശത്തിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിയിട്ടുണ്ടോ? നിബിതങ്ങൾ പറഞ്ഞത് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനെ മിച്ചം വന്നിട്ടുണ്ടോ? എല്ലാരും കഴിച്ചിട്ട് മിച്ചം വന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്തു? റുഫിഅ ഇലാ സമാ, ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഹവാരികൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നമ്മൾ അദൃശ്യമായ അല്ലാഹുവിന്റെ റിസ്ക് കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാഹ്യമായ റിസ്ക് നമുക്കറിയാം. നമ്മൾ അദൃശ്യമായി അല്ലാഹു ഇറക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പ്രവാചകനാണ് എന്നറിയാം. നമ്മുടെ ഹൃദയം ഈമാൻ കൊണ്ട് സായുജ്യമടയുന്നതിനു വേണ്ടിയാണ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആയിരുന്നു. ഖാല ഈസ ഇബ്നു മറിയം اللهم ربنا أنزل علينا مائدة من السماء تكون لنا عيدا لأولنا وآخرنا وآية منك وأنت خير الرازقين قال الله إني منزلها عليكم فمن يكفر بعد فإني أعذبه عذابا لا أعذبه أحدا من العالمين.
ഇന്ന് ഭൗതികതയുടെ അതിപ്രസരത്തിന്റെ പേരിൽ നമ്മൾ ഭൗതികമായ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന വസ്തുക്കൾ മാത്രം പരിചയപ്പെടും. ആ വസ്തുക്കളിൽ അല്ലാഹുവിന്റെ ഇടപെടലുകൾ, അദൃശ്യമായ സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ആ ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉപേക്ഷിക്കുന്ന കാലം. ഖുർആനിൽ അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി അലൈഹിസ്സലാം ചെയ്ത ദുആയാണ്, ഖാല ഈസ ഇബ്നു മറിയമ, ഈസ ഇബ്നു മറിയം അല്ലാഹുവിനോട് ദുആയിരുന്ന സന്ദർഭം, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമായി, അല്ലാഹുവേ എന്റെ ജനത ആവശ്യപ്പെടുന്ന പോലെ ആകാശത്തിൽ നിന്ന് നീ ഭക്ഷണത്തളിക ഇറക്കി തരണം, അതിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകണം. തകൂനു ലനാ ഈദൻ ലിയൗവലിനാ വആഖിരിനാ, അത് നമ്മുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒരു ആഘോഷമായിരിക്കണം. വആയതൻ മിൻക, നിന്നിൽ നിന്നുള്ള ഒരു അത്ഭുത സിദ്ധിയായ ദൃഷ്ടാന്തമായിരിക്കണം. വഅൻത ഖൈറുർ റാസിഖീൻ, നീ നന്നായി ജീവിത വിഭവങ്ങൾ നൽകുന്നവനാണ്. സാധാരണമായ ഒരു സംവിധാനത്തിൽ നിന്ന് വ്യതിചലിച്ച് അദൃശ്യമായ ഒരു അത്ഭുത സിദ്ധി ചോദിക്കുക. അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പറഞ്ഞു, ഖാല അല്ലാഹു ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഏ ഈസോ, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ എനിക്ക് സാധിക്കും. അങ്ങനെ ഞാൻ ഭക്ഷണത്തളിക ഇറക്കി തന്നതിന് ശേഷം അതിനുശേഷം ആരെങ്കിലും നിഷേധികളായാൽ, നിങ്ങൾ ആവശ്യപ്പെട്ട അത്ഭുത സിദ്ധി വെളിവായി, ആ അത്ഭുത സിദ്ധി വെളിവായതിനു ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ അസ്തിത്വം നിഷേധിച്ചു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേടിന്റെ സമീപനം നടത്തിയാൽ, ആ ജനസമൂഹത്തിന് ഞാൻ ഒരു ശിക്ഷ നൽകി ശിക്ഷിക്കുന്നതാണ്. ലോകത്ത് ഒരു കൂട്ടരെയും ശിക്ഷിക്കാത്ത പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭക്ഷണം മതിയാവോളം കഴിക്കണം, പിന്നെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല, അത് ആകാശത്തിലേക്ക് ഉയർന്നു പോകും. ഭക്ഷണം ഇറങ്ങിയോ ഇറങ്ങിയില്ലയോ എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം പറയുന്നു ഭക്ഷണത്തളികയിൽ ഭക്ഷണം ഇറങ്ങി, അവരിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ കഴിച്ചു, അതിനെ സൂക്ഷിച്ചു വെച്ചില്ല. ഒരു വിഭാഗം ആൾക്കാർ അതിനെ സൂക്ഷിച്ചു വെക്കാൻ തയ്യാറായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്താർക്കും നൽകാത്ത ശിക്ഷ നൽകി, പന്നികളായവരെ കോലം മറിച്ചു കളഞ്ഞു. ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഭക്ഷണം ഇറക്കാൻ കഴിയുന്നവനാണ്. അതുപോലെ തന്നെ നാം കാണുന്ന ഭൗതികമായ വസ്തുക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകാൻ കഴിവുള്ളവനാണ്. ബനൂ ഇസ്രായേലിയർ തീഗ് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോൾ ശക്തമായ ചൂടിൽ നിന്ന് തണൽ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാർമേഘങ്ങളെ തണലായി അവർക്ക് സമ്മാനിച്ചു. അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കട്ടിത്തേനെയും കാടപ്പക്ഷിയെയും അവർക്ക് സമയാസമയങ്ങളിൽ ഇറക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് പറയുന്നുണ്ട്, വദല്ലൽനാ അലൈകുമുൽ ഗമാമ വഅൻസൽനാ അലൈകുമുൽ മന്ന വസ്സൽവ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും وما ظلمونا ولكن كانوا أنفسهم يظلمون وظللنا عليكم الغمام. ശക്തമായ ചൂട് സന്ദർഭത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കാർമേഘ തണലുകളെ നിങ്ങൾക്ക് തണലായി നാം ഇറക്കി തന്നു. നിങ്ങൾക്ക് കഴിക്കാൻ കട്ടിത്തേനെയും കാടപ്പക്ഷിയെയും ഇറക്കി തന്നു. നാം നൽകിയ നല്ല വിഭവങ്ങളെ നന്നായി നിങ്ങൾ അന്നമായി ഉപയോഗിച്ചു കൊള്ളുക. ولكن كانوا أنفسهم يظلمون.
നാം അവരോട് അതിക്രമം പ്രവർത്തിച്ചിട്ടില്ല. അവരാണ് അവരുടെ ശരീരങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ച് അതിക്രമം കാട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇത് സൂക്ഷിച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. അവർ സൂക്ഷിച്ചു വെച്ചു. അതിന്റെ പേരിൽ അതെല്ലാം നശിച്ച് നാമാവിശേഷമായി പോയി. കിതാബുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ബനൂ ഇസ്രായേലിയർ അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആവശ്യ സമയത്ത് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന അന്നം കഴിച്ചിരുന്നു എങ്കിൽ പിന്നീട് സൂക്ഷിക്കേണ്ടുന്ന കാര്യമില്ല, പിന്നീടും അള്ളാഹു ഇറക്കി കൊടുക്കുമല്ലോ. ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവര് കാടപ്പക്ഷിയെ സൂക്ഷിച്ചു, ഭക്ഷണം കേടായി പോയി. കട്ടിത്തേനെ സൂക്ഷിച്ചു വെച്ചു, തേനും കേടായി പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അഥവാ ബനൂ ഇസ്രായേലിയർ അല്ലാഹു നൽകിയ ആ ഭക്ഷണം ആവശ്യ സമയത്ത് കഴിച്ചിട്ട് അവർ മിച്ചം വെക്കാതിരുന്നു എങ്കിൽ പിന്നീട് ഒരിക്കലും ഭക്ഷണം കേടായി പോകുമായിരുന്നു. അതിനുശേഷം ഭക്ഷണം കുറച്ചു ദിവസം കഴിഞ്ഞാൽ കേടായി പോകുന്ന രൂപരേഖ ഉണ്ടായി. കാരണം ബനൂ ഇസ്രായേലിയരെ പ്രവർത്തിച്ച കുരുത്തക്കേടിന്റെ തിക്തഫലമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും, അദൃശ്യമായി ഇറക്കും. ഭാഗ്യമായി നമ്മുടെ കയ്യിലുള്ള അന്നത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകും, അദൃശ്യമായ സംവിധാനത്തിലൂടെ. فيه آيات بينات مقام إبراهيم إن أول بيت وضع للناس അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഗേഹം ബിബക്കത മുബാറക, അനുഗ്രഹ സമ്പൂർണമായ മക്കയിലെ വിശുദ്ധ കഅബയാണ്. ചില മക്കാൻ, ചില സ്ഥലങ്ങളിൽ അള്ളാഹു ബറക്കത്തിനെ തീരുമാനിച്ചിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് തീരുമാനിച്ചിരിക്കുന്ന കലാമാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ബറക്കത്ത് ലഭ്യമാകും. ഈ ബറക്കത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും സംവിധാനങ്ങളിലല്ല, നേരെ മറിച്ച് ദീനിന്റെ അമലുകളിലാണ് അല്ലാഹു ബറക്കത്തിനെ തീരുമാനിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ ഈമാനും ഹൃദയത്തിൽ തഖ്വയും ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ നൽകാമെന്ന് ഖുർആനിലൂടെ അറിയുകയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു പ്രദേശവാസികൾ ആമനു, അവരവരുടെ ഹൃദയത്തിൽ ഈമാൻ സ്വായത്തമാക്കി, വത്തഖൗ, തഖ്വയും ഹൃദയത്തിൽ നേടിയെടുത്തു എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. ഈമാനിന്റെയും തഖ്വയുടെയും പേരിൽ അല്ലാഹു ബറക്കത്ത് നൽകും. ഈ ബറക്കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭൗതികമായി അല്ലാഹു നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന വസ്തുക്കളിൽ വർധനവും കൂടുതലും ഉണ്ടാകൽ മാത്രമല്ല, നേരെ മറിച്ച് അസ്സബാതു ഫിൽ ഖൈരി മിനൽ ഇലാഹിയതി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അതിലുള്ള ഖൈറുകൾ സ്ഥായിയായി നിലനിൽക്കും എന്നത് ബറക്കത്തിന്റെ പ്രത്യേകതയാണ്. ഉമ്മു അയ്മൻ ഹബസി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമ്മയായിരുന്നു. മാതാവ് ആമിന ബീവി മരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകനെ കുളിപ്പിച്ചിരുന്നത് ഉമ്മു അയ്മൻ ഹബസിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വസ്ത്രം അലക്കി കൊടുത്തിരുന്ന ഉമ്മു അയ്മൻ ഹബസിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രവാചകത്വം കിട്ടിയപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വനിതയാണ് ഉമ്മു അയ്മൻ ഹബസി. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു പോയി എന്നറിഞ്ഞപ്പോൾ ഈ ഉമ്മു അയ്മൻ ഹബസിയും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോവുകയാണ്. നോമ്പുകാരിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഹിജ്റത്ത് ചെയ്തു പോകുന്നത്. ശക്തമായ ചൂടുകാലം, അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി. ദാഹിച്ച് പരവശയായി മദീനയിലേക്ക് പോകുന്ന വഴിയിൽ മുൻസരിഫ് എന്ന് പറയുന്ന റൗഹാഇന്റെ അടുക്കലുള്ള സ്ഥലത്ത് അവരിങ്ങനെ ബോധരഹിതരായി നിലംപതിച്ചു. നോമ്പ് തുറക്കുന്ന സമയമായപ്പോ കണ്ണു തുറന്നു, എങ്കിലും വെള്ളം കുടിക്കാൻ വെള്ളമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആകാശത്തിൽ നിന്ന് വെള്ളത്തിനുള്ള ഏർപ്പാട് നൽകുകയാണ്. അവർ നോക്കുമ്പോൾ ഒരു വെള്ളക്കയർ ആകാശത്തിൽ നിന്ന് വരുന്നു. അതിന്റെ മുൻഭാഗത്ത് ഒരു തൊട്ടി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവന്റെ അടുക്കലേക്ക് ആ തൊട്ടി എത്തിയപ്പോൾ അതിൽ നിറച്ച് വെള്ളമുണ്ട്. അവർ വെള്ളം കുടിച്ചു. ഉമ്മൈമൻ അബിസി പറയുകയാണ്, ആ വെള്ളം കുടിച്ചതിന് ശേഷം എനിക്ക് അപ്പോഴും മാത്രമല്ല ദാഹശമനിയായത്, മരിക്കുന്നത് വരെ എനിക്ക് ദാഹം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ നോമ്പെടുക്കുമ്പോൾ നമുക്കറിയാം, മക്ക മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ചൂടുള്ള സന്ദർഭങ്ങളിൽ വരണ്ട മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ ചൂടിന്റെ കാഠിന്യത്തിന്റെ പേരിൽ അവർ ദാഹിച്ച് പരവശരാകും. ഉമ്മു ഐമൻ ഹബീസ് പറയുകയാണ്, ചൂട് കാലത്ത് വരണ്ട മദീനയിലേക്കും മക്കയിലേക്കും ഇവിടത്തെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ദാഹിച്ച് പരവശയാകാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റത്തിന്റെ വേളയിൽ എനിക്ക് ഇറക്കി തരുന്ന ആ വെള്ളം കുടിച്ചതിന് ശേഷം വമാ അതസ്തു ബഅദ ദാലിക, എനിക്കൊരിക്കലും ദാഹമുണ്ടായിട്ടില്ല. ശക്തമായ ചൂടുകാലത്ത് ഞാൻ നോമ്പെടുക്കുമ്പോഴും ഉഷ്ണകാലത്ത് വരണ്ട മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോഴും ഉച്ച സമയത്തു കൂടി എനിക്ക് ആ വെള്ളം കുടിച്ചതിന് ശേഷം ദാഹം ഉണ്ടായിട്ടില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ വസ്തുക്കളിൽ വർധനവുണ്ടാകൽ മാത്രമല്ല, ആ വർധനവിലൂടെ കിട്ടിയ ഖൈറുകൾ ജീവിതത്തിലുടനീളം അവശേഷിക്കും എന്നത് ബറക്കത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ഉമ്മു ഐമൻ ഹബീസിക്ക് ആ സന്നിഗ്ധ ഘട്ടത്തിൽ വെള്ളം ആകാശത്തിൽ നിന്ന് കിട്ടിയെന്ന് മാത്രമല്ല, ആ സമയത്ത് താൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്തത്, മരിക്കുന്നത് വരെയും ആ കിട്ടിയ ബറക്കത്തിന്റെ അനുഭവങ്ങൾ ആസ്വദിക്കുന്നുണ്ടായി. മരിക്കുന്നത് വരെയും അവർക്ക് ദാഹമുണ്ടായിട്ടില്ല. ഈ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദീനിന്റെ അമലുകളുമായി നമ്മൾ ബന്ധപ്പെടുക. നോമ്പിൽ ബറക്കത്തുണ്ട്, നമസ്കാരത്തിൽ ബറക്കത്തുണ്ട്, ഖുർആനിന്റെ തിലാവത്തിൽ ബറക്കത്തുണ്ട്. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ തഹജ്ജുദിനെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക, സുബഹിന്റെ ജമാഅത്ത് നമസ്കാരം ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുകൂരിനാ, അല്ലാഹുവേ നേരത്തെ ഉണരുന്നവർക്ക് നമുക്ക് നീ ബറക്കത്ത് നൽകണമേ എന്ന് നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയെല്ലാം അവിടെയും ഇവിടെയും നടക്കുന്ന സംഭവങ്ങൾ, ചീഞ്ഞു നാറിയ കാര്യങ്ങള് നാം സ്മാർട്ട് ഫോണിലൂടെ നോക്കിയിട്ട് രാത്രിയെല്ലാം ഉറക്കമെഴുന്നേറ്റ് പാഴായ കാര്യങ്ങളിൽ വ്യാപൃതമായി സുബഹിന്റെ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ബറക്കത്ത് കിട്ടും. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകും. ഈ ബറക്കത്ത് അല്ലാഹു ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന് ഭൗതികമായ അതിപ്രസരത്തിന്റെ പേരിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഭൗതികമായ വസ്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഭൗതികമായ സംവിധാനങ്ങളിലേക്ക് ഹൃദയവും മസ്തിഷ്കവും അവയവും ആത്മാവും തിരിയുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് അതുകൊണ്ട് നമുക്ക് നേട്ടം, ആഖിറത്തിൽ അതുകൊണ്ട് നേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله
أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. الحمد لله الواحد القهار العزيز الغفار مكون الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار الذي أيقظ من خلقه من استفى فزهده في هذه الدار وشغلهم بمراقبته وإدامة الأفكار. أشهد أن لا إله إلا الله البر الكريم الرؤوف الرحيم صلى الله على سيدنا محمد الهادي إلى صراط مستقيم والداعي إلى دين قويم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم وإياي أولا بتقوى الله. عباد الله عليكم أن تستعدوا قلوبكم للإيمان وأن تخرجوا من قلوبكم الكذب والنفاق وأن تدخلوا في قلوبكم الأخبار الذي أتى الأنبياء إليكم من الله وإن صلح هذا الوصول نوصل إلى المقصد وهو عبادة الله عز وجل. وما خلقت الجن والإنس إلا ليعبدون وهذا تصريح بأنهما خلقوا للعبادة فحق عليهم الاعتناء بما خلقوا له والإعراض عن حظوظ الدنيا بالزهادة فإنها دار نفاذ لا محل إخلاد ومركب عبور لا منزل حبور ومسرح انفصام لا موطن دوام. فلهذا كان الأيقاظ من أهلها هم العباد وأعقل الناس فيها هم الزهاد. وإذا كان حالها ما وصفته وحالنا وما خلقنا له ما قدمت فحق على المكلف أن يذهب بنفسه مذهب الأخيار ويسلك مسلك أولي النهى والأبصار ويتأهب لما أسرت إليه ويهتم بما نبهت عليه وأسوب طريق له في ذلك وأرشد ما يسلكه من المسالك. عباد الله اسمعوا كلام الله الملك المنان. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم.
صدق الله العظيم. بارك الله لنا في القرآن ونفعنا وإياكم بالآيات والذكر الحكيم إنه جواد كريم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله وحده والصلاة والسلام على من لا نبي بعده محمد وعلى آله وأصحابه الذين هم خلاصة العرب الأربعة وخير الخلق بعد الأنبياء. فيا أيها الذين آمنوا اتقوا الله تعالى في السر والعلا وذروا الفواحش ما ظهر منها وما بطن ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. وفقنا الله تعالى لما يحب ويرضى وجعل آخرتنا خيرا من الأولى. اللهم ارض عن الخلفاء الراشدين والعشرة المبشرين قال فيهم رسول الله صلى الله عليه وسلم أرحم أمتي بأمتي أبو بكر وأشدهم في أمر الله عمر وأصدقهم حياء عثمان وأقضاهم علي رضي الله عنه وفاطمة سيدة نساء أهل الجنة وأن سائر الصحابة والقرابة ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منه والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم لا تسوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله تعالى أولى وأكبر والله يعلم ما تصنعون. الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر لا إله إلا الله. صفوفكم رحمكم الله. സഫുകൾ പൂർത്തിയാക്കി നിൽക്കീൻ മടമപ്പിച്ച് സഫുകൾ ലെവലാക്കി നിൽക്കീൻ. അല്ലാഹു കരുണ ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اغفر لي ولوالدي رب ارحمهما كما ربياني صغيرا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. एक किलो हलवा भी लेना है और 2 चिप्स भी लेना है, वो ख़त्म हो जाएगा। आज तो मैक ख़त्म हो गया, बिजली गया, मेरा पूरा एक गया है हज़रत।
इधर भी पानी गिरता है। हाँ ये पूरा खराब है। 2 चिप्स जी 1 किलो हलवा, गरम हलवा है ना, जी 1 किलो।